ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറി ആയിട്ടാണ് കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 തക്കാളി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. തക്കാളി ഞാനിവിടെ ചതുര കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ പെട്ടെന്ന് സോഫ്റ്റായിട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തേച്ചാൽ മതി. ഇനി 2 സവാള ഞാൻ ഇതിലോട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു 3-4 ഇതുപോലെ കീറിയിടാം. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കയ്യിലുള്ള അനുസരിച്ചിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. തക്കാളിയുടെയും സവാളയുടെയും ഒപ്പം തന്നെയാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. ഇത് രണ്ടും വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ഒരുപാട് ടൈം ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവാനായിട്ട് നമുക്ക് ഗ്യാസിലോട്ടോ അടുപ്പിലോട്ടോ മാറ്റാം. ഈ ഒരു തക്കാളിയും സവാളയും വെന്ത് കിട്ടുന്ന ടൈം കൊണ്ട് തന്നെ നമുക്കിതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. 1 മുറി തേങ്ങ ചിരകിയതും 4 ചെറിയുള്ളിയും ആവശ്യത്തിന് വെള്ളം, എന്ന് വെച്ചാൽ തേങ്ങയുടെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. തേങ്ങയിൽ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരച്ചെടുക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം പരമാവധി കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊരു പേസ്റ്റാക്കി എടുക്കുക. ഈ ഒരു അരപ്പ് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ അവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി വല്ലാണ്ട് സോഫ്റ്റ് ആവേണ്ട കാര്യമില്ല. നമ്മുടെ കറിയിലോട്ട് നമ്മൾ വേറെ കഷ്ണങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ തക്കാളി ഇതുപോലെ തന്നെ കിടക്കണം കേട്ടോ. അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിച്ചാൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ അരപ്പും ചേർത്ത് കൊടുത്തു, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ആ ഒരു മിക്സർ ജാർ കഴുകിയിട്ട് നമുക്ക് എത്രയാണോ ഈ ഒരു കറിയുടെ തിക്നെസ് വേണ്ട അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ നമ്മൾ വെള്ളം വറ്റിക്കൊന്നുമില്ല കേട്ടോ. ഈ തക്കാളിക്ക് അത്യാവശ്യം പുളി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കറി പിരിയാൻ സാധ്യതയുണ്ട് തിളപ്പിക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ പതഞ്ഞ് പൊങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പിരിയാൻ സാധ്യതയുണ്ട് കേട്ടോ. നന്നായിട്ട് പഴുത്തതൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഓൾറെഡി തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് വറവിടാം. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം ഒരു 4-5 ചെറിയുള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സ്വാദിഷ്ടമായ നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റാണ്, ഈസിയാണ് കേട്ടോ. അതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസൊക്കെ തന്നെയാണ്. ഈ ഒരു കറി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക്